ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ത്യ അപ്പോയിൻമെൻറ്റ്സ് പദവികൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പഠിച്ചിരുന്നു. ഇനി നമുക്ക് കേരളത്തിലെ അപ്പോയിൻമെൻറ്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കോഡിലൂടെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ പഠിച്ചതിന് ശേഷം ചെറിയൊരു മോക്ക് ടെസ്റ്റ് കൂടിയുണ്ട്. പഠിച്ചതിന് ശേഷം ആ മോക്ക് ടെസ്റ്റ് കൂടി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവർക്കും അറിയാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, ഇതുവരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നെക്സ്റ്റ് നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഇത് നമുക്കൊരു കോഡ് ഉണ്ടാക്കാം. സ്പീക്കറിൻ്റെ വാ പൂട്ടിക്കുന്നവൻ, അങ്ങനെ ഓർത്താൽ മതി. സ്പീക്കർ എന്ന് സംസാരിക്കുന്ന ആളല്ലേ. ഡെപ്യൂട്ടീൻ്റെ പൂട്ടിക്കുക എന്ന് ഓർക്കാം. സ്പീക്കറിൻ്റെ വാ പൂട്ടിക്കുന്നവൻ ഒരു ചെറ്റയാണെന്ന് ഓർക്കാം. വെറുതെ കോഡിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കുന്നതാണ്. സ്പീക്കറിൻ്റെ വാ പൂട്ടിക്കുന്നവൻ ചെറ്റയാണ്. അപ്പം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. നെക്സ്റ്റ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പൊതുസ്ഥലത്തൊക്കെ വീഡിയോ വിളിക്കാൻ പാടില്ലല്ലോ. വീടി നോക്കാം. വീഡിയോ വിളിക്കാൻ പാടില്ലല്ലോ. അതാരാണ്? പ്രതിയാണ്. പൊതുസ്ഥലത്ത് വീഡിയോ വിളിക്കുന്നവൻ പ്രതിയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നെക്സ്റ്റ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. ഷാജഹാനിൽ ജയിക്കുക എന്നോർക്കാം. ജയിക്കുക എന്നോർക്കാം. തിരഞ്ഞെടുപ്പിൽ ജയിക്കണമല്ലോ. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. നെക്സ്റ്റ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ. കോടതിയിൽ നമ്മൾ എന്തിനാണ് പോകുന്നത്? നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ. നിതിനിൽ നീതി നോക്കാം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ. നെക്സ്റ്റ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ. നമ്മളിങ്ങനെ പറയൂലേ, നീ അരിഭക്ഷണം അല്ലടാ കഴിക്കുന്നത്, നിനക്ക് അതിൻ്റെ വിവരം പോലും ഇല്ലേന്ന്. വി ഹരി എന്നുള്ളിടത്ത് അരി നോക്കാം. അരിഭക്ഷണം കഴിക്കുന്നവർക്ക് വിവരം ഉണ്ടാവും. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. നെക്സ്റ്റ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ അലക്സാണ്ടർ. മനുഷ്യങ്ങൾക്ക് അവകാശങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും അണ്ടറിൽ കഴിയേണ്ടി വരും അല്ലേ. അലക്സാണ്ടറിൽ അണ്ടർ നോർക്കാം. മനുഷ്യാവകാശം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അണ്ടറിൽ കഴിയേണ്ടി വരും. മനുഷ്യാവകാശ കമ്മീഷണർ അലക്സാണ്ടർ. നെക്സ്റ്റ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷണർ ബി എസ് മാവോജി. നിവിൻ പോളി പോലീസ് ഓഫീസറായ ഒരു സിനിമയില്ലേ, ആക്ഷൻ ഹീറോ ബിജു. അതിലൊരു കുട്ടിയെ പട്ടി അടിച്ചത് എപ്പോഴാണ്? മാവിൽ കല്ലെറിയാൻ പോകുമ്പോൾ. നമ്മൾ പട്ടി അടിക്കും. അങ്ങനെ ഓർത്താൽ മതി. ബി എസ് മാവോജിയിലെ മാവിൽ കല്ലെറിയുമ്പോൾ പട്ടി അടിക്കും. പട്ടികജാതി പട്ടികവർഗത്തിലെ പട്ടി. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷണർ ബി എസ് മാവോജി. നെക്സ്റ്റ് സംസ്ഥാന വനിതാ കമ്മീഷണർ പി സതീദേവി. ദേവി എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ പദമാണല്ലോ, ദേവി. അപ്പോൾ വനിതാ ദേവി. സംസ്ഥാന വനിതാ കമ്മീഷണർ പി സതീദേവി. നെക്സ്റ്റ് കേരളത്തിലെ ആസൂത്രണ ബോർഡിലെ നിലവിലെ അധ്യക്ഷൻ പിണറായി വിജയൻ. മുഖ്യമന്ത്രിയാണ് ആസൂത്രണ ബോർഡിലെ അധ്യക്ഷൻ. അപ്പോൾ പിണറായി വിജയൻ. കേരളത്തിലെ ആസൂത്രണ ബോർഡിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രൻ. കേരളത്തിലെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ CEO സഞ്ജയ് കൗൾ. നിലവിലെ ചീഫ് വിപ്പ് എൻ ജയരാജ്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. നെക്സ്റ്റ് കേരളത്തിലെ വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ ഡയറക്ടർ ടി കെ വിനോദ് കുമാർ. വിജിലൻസിലെ ജലം എന്നുണ്ടല്ലോ. നമ്മൾ വിനോദയാത്രയ്ക്കൊക്കെ എവിടെ പോകുന്നത്? ഏതെങ്കിലും വാട്ടർ പാർക്കിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ വിജിലൻസിലെ ജലം എന്നുള്ളത് വാട്ടർ പാർക്ക് എന്നും വിനോദ് കുമാർ വിനോദയാത്ര, അങ്ങനെ കണക്ട് ചെയ്യാം. കേരളത്തിലെ വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ ഡയറക്ടർ ടി കെ വിനോദ് കുമാർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുറഹീമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ നിലവിലെ ചെയർമാൻ. നെക്സ്റ്റ് കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ പി എസ് ഗോപിനാഥൻ. കേരളത്തിലെ നിലവിലെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ സി റോസക്കുട്ടി. റോസക്കുട്ടിയിലെ റോസാപ്പൂവ് വനിതാ വികസനത്തിൻ്റെ സൂചകമായിട്ട് ഓർത്താൽ മതി. വനിതയ്ക്ക് ഒരു വികസനം ഉണ്ടായാൽ റോസാപ്പൂവ്. കേരള വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ സി റോസക്കുട്ടി. വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ പി സതീദേവി നേരത്തെ പറഞ്ഞായിരുന്നു. നെക്സ്റ്റ് കേരള നിയമസഭ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ സണ്ണി ജോസഫ്. അത് പബ്ലിക് അക്കൗണ്ടൊക്കെ ഫണ്ണിയാണ്, അങ്ങനെ ഓർത്താൽ മതി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ്. കേരളത്തിലെ നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 22ാമത്തെ കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ, നേരത്തെ പറഞ്ഞായിരുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അലക്സാണ്ടർ തോമസ്, അതും നേരത്തെ പറഞ്ഞായിരുന്നു. കേരളത്തിലെ നിലവിലെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഇത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്. കേരളത്തിലെ നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ. നെക്സ്റ്റ് കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. കേരള സംസ്ഥാന നിലവിലെ നിയമ സെക്രട്ടറി കെ ജി സനൽകുമാർ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ.
കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ എം ഷാജർ. യുവജന കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ എം ഷാജർ. കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ടി കെ ജോസ്. ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ടി കെ ജോസ്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ബി എസ് മാവോജി, നേരത്തെ പറഞ്ഞായിരുന്നു. കേരളം പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജി ശശിധരൻ. പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജി ശശിധരൻ. നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദ്. അല്ലേ, നമ്മുടെ കയ്യിൽ ധനം ഉണ്ടെങ്കിൽ നമുക്ക് വിജയിച്ചു, നമുക്ക് ആനന്ദം ഉണ്ടാവും, അങ്ങനെ ഓർത്താൽ മതി. വിജയവും ആനന്ദം ഉണ്ടാകുന്നത് കയ്യിൽ ധനം ഉണ്ടാകുമ്പോഴത്തേക്കാണ്. കേരളത്തിലെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദ്. നെക്സ്റ്റ്, കേരളത്തിലെ നിലവിലെ ധനകാര്യ കമ്മീഷൻ സെക്രട്ടറി എ ഷിബു. അപ്പോൾ ട്രോളൊക്കെ കളിയാക്കിയിട്ട് ശുഭദിനത്തിന് ശിബുദിനം അങ്ങനെ പറയുന്നില്ലേ. അപ്പോൾ ശുഭദിനമാണ്, നമ്മുടെ കയ്യിൽ ധനം ഉണ്ടെങ്കിൽ നമുക്ക് ശുഭദിനമാണ്, അങ്ങനെ ഓർത്താൽ മതി. ധനകാര്യ കമ്മീഷൻ സെക്രട്ടറി എ ഷിബു. നിലവിലെ ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ്. ശമ്പള കമ്മീഷൻ ചെയർമാൻ മോഹൻദാസ്. എല്ലാവർക്കും ശമ്പളം കിട്ടാൻ നല്ല മോഹം ഉണ്ടാവും അല്ലേ, ശമ്പളം കൂട്ടി കിട്ടാനൊക്കെ മോഹം ഉണ്ടാവും. അപ്പോൾ ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ്. നിലവിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എം ആർ ബൈജു. അതെല്ലാവർക്കും അറിയാലോ. പബ്ലിക് സർവീസ് കമ്മീഷൻ PSC കമ്മീഷൻ ചെയർമാൻ PSC ചെയർമാൻ എം ആർ ബൈജു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ പി ഹരിനായർ, നേരത്തെ പറഞ്ഞായിരുന്നു. കേരള സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ. സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ. സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ഫോക്ലോർ അക്കാദമി നിലവിലെ ചെയർമാൻ എസ് ഉണ്ണികൃഷ്ണൻ നായർ. OS ഉണ്ണികൃഷ്ണൻ നായർ. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ നായർ. ലളിതകലാ അക്കാദമി നിലവിലെ ചെയർമാൻ മുരളി ചീരോത്ത്. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് യു ഷറഫ് അലി. കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് യു ഷറഫ് അലി. കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കൊക്കെയാണല്ലോ നമ്മുടെ മുറികൾ, അതായത് വീടൊക്കെ ജപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ജപ്റ്റ് ചെയ്താൽ നമ്മൾ ഗോപിയാവും, അങ്ങനെ ഓർത്താൽ മതി. ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്ക് നിലവിലെ പ്രസിഡന്റ്. കേരള ബാങ്കിന്റെ നിലവിലെ ചെയർമാൻ വി രവീന്ദ്രൻ. കേരള ബാങ്കിന്റെ നിലവിലെ CEO ജോട്ടി എം ചാക്കോ. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നിലവിലെ CEO അനൂപ് അംബിക. സ്റ്റാർട്ടപ്പ് മിഷന്റെ നിലവിലെ CEO അനൂപ് അംബിക. കേരളത്തിലെ കൊച്ചി മെട്രോയുടെ നിലവിലെ MD ലോക്നാഥ് ബെഹ്റ. കൊച്ചി മെട്രോയുടെ MD